പെരുമ്പടപ്പ് ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യത്തിലേക്ക്. വർഷങ്ങളായി നിയമക്കുരുക്കിലായിരുന്ന ബസ് സ്റ്റാൻഡ് എന്ന സ്വപ്നമാണ് ഡിവിഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് അശ്വതി വത്സന്റെ നിരന്തര ഇടപെടലിനെ തുടർന്ന് സഫലമാകാൻ പോകുന്നത്. കൊച്ചി കോർപ്പറേഷൻ 18-ാം ഡിവിഷനിൽ വർഷങ്ങളായി നിയമക്കുരുക്കിൽ കിടന്നിരുന്ന പെരുമ്പടപ്പ് ബസ് സ്റ്റാൻഡ് ഡിവിഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് അശ്വതി വത്സന്റെ നിരന്തരമായ ഇടപെടലിനെ തുടർന്ന് സഫലമാകുന്നു. പള്ളുരുത്തിയിലെ ഓണം പ്രദേശത്ത് 18-ാം ഡിവിഷനിൽ ഏറ്റവും വലിയൊരു ഓണസമ്മാനം നൽകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പെരുമ്പടപ്പ് ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന നമ്മുടെ ഒരു സ്വപ്ന പദ്ധതി ഈ ഓണക്കാലത്ത് പ്രാരംഭ നടപടികളോടുകൂടി യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. പള്ളുരുത്തിക്കാരുടെ സ്വപ്ന പദ്ധതിയാണ് പെരുമ്പടപ്പ് ബസ് സ്റ്റാൻഡ്. 2003-ൽ CM ദിനേശ് മണി മേയറായിരുന്ന കാലത്ത് പ്രഖ്യാപിച്ച പെരുമ്പടപ്പ് ബസ് സ്റ്റാൻഡ് ടെർമിനൽ പദ്ധതിക്കായി പെരുമ്പടപ്പ് കോണം റോഡിൽ ഒരേക്കർ സ്ഥലം നഗരസഭയുടെ പേരിൽ സ്വന്തമാക്കിയിരുന്നു. എന്നാൽ ചില നിയമ തടസ്സങ്ങൾ കാരണം പദ്ധതി ഉപേക്ഷിക്കേണ്ട സാഹചര്യം വന്നതായി കൗൺസിലർ പറഞ്ഞു. തുടർന്ന് 2021-ൽ അധികാരത്തിൽ വന്ന മേയർ അഡ്വക്കേറ്റ് M. അനിൽകുമാറിന്റെ നിർദ്ദേശപ്രകാരം ഡിവിഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് അശ്വതി വത്സന്റെ നേതൃത്വത്തിലാണ് പെരുമ്പടപ്പ് ബസ് സ്റ്റാൻഡിനായുള്ള നിയമ പോരാട്ടം നടത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.